അതെന്താണെന്നല്ലേ, എൻ്റേതാ ഇവിടെ ഞാൻ 2-3 എന്താണ് നമ്മുടെ തക്കാളിയുടെ തൈ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് മൊത്തം അങ്ങ് ഹൈറ്റ് വെച്ച് ഒരുമാതിരി ആയിപ്പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ കണ്ട് ഇന്ന് ചെറിയ ഹൈറ്റ് ആകുമ്പോഴേ നമ്മളിതിൻ്റെ ഇലകൾ ലീവ്സ് ഈ ഏറ്റവും മുകളിലുള്ളത് നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയണം, എങ്കിലേ അത് നല്ല ശിഖരം വെച്ച് വളരുള്ളൂ എന്ന് പറയും. ഇതിപ്പോൾ കണ്ടോ, ഈ ഭാഗത്തൊക്കെ അതിന് റൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് താഴേക്ക് വളരാനുള്ളൊരു ടെൻഡൻസിയിലാണ് പൊക്കോണ്ടിരുന്നത് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഒരുമാതിരി തോന്നി, ഞാനിത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും എനിക്കൊരു എന്താണ് ഹോപ്പ് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ലീവ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഇതിന് വളർന്നോളുമായിരിക്കും. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തു. നമുക്ക് അതുണ്ടോ, ഇതൊക്കെയാണെങ്കിൽ അങ്ങ് കിടന്നു പോയി ചെടി. അതിൻ്റെ കൂടെ കണ്ടോ ഒരു കീഴാർനെല്ലി തലകീഴേ കിടക്കുന്നുണ്ടോ. ഈ സംഗതിയാണ് അതിനെയും കൂടെ അങ്ങനെ ആക്കി. ഈ എന്താണ് തക്കാളി തൈ കീഴാർനെല്ലി നമുക്ക് എന്താണ് ഈ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ എന്തൊക്കെയോ ഇതിൻ്റെ കീഴാർനെല്ലിയൊക്കെ വെച്ചിട്ട് എന്തോ ആയുർവേദിക്കായിട്ട് എന്തൊക്കെയോ മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട്. ഇത് അത്യാവശ്യം ഒരു കാട് പ്രദേശമായതുകൊണ്ട് നമ്മുടെ പഴയ ചെടികളൊക്കെ ധാരാളമുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പച്ചച്ചീരയുടെ അരി പൂവാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുഞ്ഞുതായിട്ട് അരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് അതൊന്ന് കുറച്ചല്ല കട്ട് ചെയ്തൊന്ന് തോരനെടുക്കണം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഈ 2 തൈ എല്ലാം ഇങ്ങനെ അതിൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ച് തന്നു വിട്ടതാണ്. അത് വെച്ച് കഴിഞ്ഞ് കിളിക്കണം പറഞ്ഞു. പക്ഷെ നന്നായി കിളിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പനിക്കൂർക്ക, അല്ലെങ്കിൽ ഒരു ചിലന്തിരിക്കുന്നുണ്ടോ, ഇതിൻ്റെ പേര് നമ്മളിവിടെ പറയുന്നത് ഞവരേന്നാണ് കേട്ടോ. ഇതിൻ്റെ മണം എന്ന് പറയുന്നൊരു പ്രത്യേകതയാണ്. നമ്മൾ വൈകുന്നേരം ഇവിടെ തൂക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചൂല് ഈ ഇലയിൽ എവിടെയെങ്കിലും തട്ടിയാൽ തന്നെ അതിൽ നിന്ന് ഈ സ്മെല്ലിങ്ങനെ വരും കണ്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല, എങ്കിലും ഞാനിങ്ങനെ ഇവിടുന്ന് അമ്മയുടെ വീട്ടിൽ കൊട്ടാരക്കര ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. വെച്ചാൽ കളിക്കാത്തൊരു സാധനം തുളസിയാണ് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് തക്കാളിയുടെ തൈകളുണ്ട്. ഇതും ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് പൊട്ടിച്ചെടുത്തോണ്ട്, പക്ഷേ ഇതിനകത്തുനിന്ന് ഒരു ലീഫ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാം ലീവ്സ് കട്ട് ചെയ്ത് കളഞ്ഞ് മുകളിലത്തെ മാത്രം നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെച്ച് നൂന്ന് നിൽക്കുക. പിന്നെ മാത്രമല്ല കെട്ടിയും കൊടുത്തോളൂ. ഇത്ര ഹൈറ്റ് മതി സത്യത്തിൽ. ഈ ഒരു ഹൈറ്റ് നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ വളരണം. ഇത് കണ്ടോ, അതേപോലെ ഒരു കേടായ നമ്മുടെ വയലറ്റ് വഴുതന ഉണ്ടല്ലോ, അത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. അത് മൊത്തം അത്യാവശ്യം നല്ല രീതിയിൽ മുളച്ച് വന്നു. പക്ഷേ അതിനകത്ത് ഇലയെല്ലാം കട്ട് ചെയ്തേക്കുന്നുണ്ടോ, കുഞ്ഞു പുഴുക്കളുണ്ട്. പിന്നെ ഇതൊരു കേടായ തക്കാളിയാണ്, മുളയ്ക്കുന്നുള്ള പ്രതീക്ഷയിൽ കൊണ്ടിട്ടേക്കാണ്. ഇത് വീട്ടിലേക്ക് ആവശ്യത്തിന് മേടിച്ച മല്ലിയില പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊരു ഇഞ്ചി, എല്ലാം കുഞ്ഞിതായിട്ടാണെങ്കിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി. ഇതും അതേപോലെ തന്നെ കേട്ടോ, മുകളിലെല്ലാം കട്ട് ചെയ്ത് താഴെ നില വരുന്നുണ്ട്.